നല്ല കോളിഫ്ലവർ കിട്ടിയിട്ടുണ്ട്, ഫ്രഷാണ്. അത് എളുപ്പത്തിൽ എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കാണിക്കാം. നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ച കോളിഫ്ലവറാണ്. ആർക്കല്ലേ കോളിഫ്ലവർ ഫ്രൈ ഇഷ്ടമില്ലാത്തത്? അപ്പോൾ ഞാൻ അടുപ്പത്ത് കുറച്ച് വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കണം. വെള്ളം ഒന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മളുടെ വെള്ളം ഇവിടെ ബോയിലായിരിക്കും, നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതിൽ വല്ല ചെറിയ പ്രാണികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ചത്തു പൊക്കോളും. അതിനാണ് നമ്മളിതിങ്ങനെ ചെറുതായി ബോയിൽ ചെയ്തെടുക്കണം കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഇതിൽ കിടന്ന ഒന്ന് ബോയിലായാൽ മതി. ഇത് നന്നായിട്ട് വെന്തു കേട്ടോ. നമുക്കിത് ഓഫ് ചെയ്യാം. കണ്ടോ നന്നായിട്ട് വെള്ളം ബോയിലാവണത്. ഇത് നമുക്ക് ഒരു സ്ട്രെയിനറിൽ അരിച്ചെടുക്കാം. കോളിഫ്ലവർ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. കോളിഫ്ലവർ ഫ്രൈന് വേണ്ട ബാറ്റർ റെഡിയാക്കാം. അതിന് ആദ്യം ഞാൻ അതിലേക്ക് ഉപ്പാണ് ഇടുന്നത്. ഉപ്പ് അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടോളൂ. പിന്നെ ഞാൻ പൊടികൾ ചേർക്കാം. കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ടൊമാറ്റോ കെച്ചപ്പ്, സോയാ സോസ്, പിന്നെ മുളക് പൊടി. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അതിലേക്ക് കുറച്ച് കോൺഫ്ലോർ കൂടി വേണം. കോൺഫ്ലോറിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കടലപ്പൊടിയും ചേർക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ട മുളക് പൊടി എടുക്കാം. 1.5 സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുക്കുന്നത്. അത്യാവശ്യം കളർ കിട്ടണ്ടേ. മഞ്ഞൾപ്പൊടി, ഗരം മസാല പൗഡർ, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് ഞാനിവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ സോയാ സോസ് റെഡി. ഇങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ സ്ഥിരമായിട്ട് പാചകം ചെയ്യണവർക്ക് അറിയാം ഇത് എത്ര ഉണ്ടാവും. ഇത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. അരിപ്പൊടിയും കടലപ്പൊടിയും യൂസ് ചെയ്യാം കോൺഫ്ലോറിന് പകരം കേട്ടോ. വേണമെങ്കിൽ കോൺഫ്ലോർ ഇത്ര മതി. ഇനി ബാക്കി നമുക്ക് കുറച്ച് കടലപ്പൊടി ഇടാം. 2 സ്പൂൺ കടലപ്പൊടിയാണ് എടുക്കുന്നത്. ഈ ബാറ്റർ വളരെ തിക്കാവണം എന്നൊന്നുമില്ല, എന്നാലും ആവശ്യത്തിന് തിക്കാവണം. ഒരു ചെറുനാരങ്ങയുടെ നീര് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളമോ വിനീഗറോ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആവണം. കുറച്ച് വെള്ളം നമുക്ക് എന്തായാലും ഇതിലേക്ക് ഒഴിക്കാം. ഇനി ബാറ്ററി ഞാൻ ഇത് നന്നായി മിക്സ് ആക്കിയ ശേഷം എത്രമാത്രം ലൂസ് ആവണം, അതിന് ടൈറ്റ് ആവണം എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് വയ്ക്കും. ഒന്ന് മിക്സ് ആക്കാം. കുറച്ചായിട്ട് ഞാൻ ഇതിനെ മിക്സ് ആക്കണത് അത് പൊടിയാതിരിക്കാനാണ് കേട്ടോ. കണ്ടോ? ഇനി ഇത് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേ ഇതിൽ മസാല നന്നായിട്ട് പിടിക്കുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കാം. ആദ്യം കുറച്ച് കരിവേപ്പിലയും അപ്പം നമുക്കത് ഈ സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളുടെ എണ്ണ വാർന്നു കിട്ടും. ഇനി നമുക്ക് കോളിഫ്ലവർ വറക്കാം. ഇതിൽ ഡിപ്പ് ചെയ്ത് കിടക്കുന്നുണ്ടില്ലേ, ഇത് നമുക്ക് വറുത്തെടുക്കാം. ഇത് നന്നായിട്ട് കോട്ടിംഗ് ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് തിരിച്ചിടാം കേട്ടോ. ഒന്ന് ഫ്രൈ ആയാലേ അതിന് കോട്ടിംഗ് പിടിക്കുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ കോട്ടിംഗ് ഒക്കെ പോയി കിട്ടും. അപ്പം നമുക്ക് ഈ ഫ്രൈ വാങ്ങിയെടുക്കാം.
ഇനി അടുത്തത് ഇട്ട് കൊടുക്കാം. അടുത്ത കോളിഫ്ലവറും കൂടി നമുക്ക് ഇങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളുടെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡിയായി. ഇത് നമുക്ക് സോസിൽ മുക്കിയിട്ട് ഇങ്ങനെ തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്യൂ. നമുക്ക് പുതിയ സിമ്പിൾ വീഡിയോ ആയിട്ട് ഇനി അടുത്ത് തന്നെ കാണാം.